മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതെന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 9 പാർട്ട് 1 ആയ കാൽക്കുലേഷൻ ആണ്. ഇതുവരെയുള്ള എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊരു ബ്ലോഗും കൂടി ഉണ്ട്. ആ ബ്ലോഗ് കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും, ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റിച്ചിങ് ബുക്ക് പോലെ ഞാനൊരു ഇംഗ്ലീഷിലും മലയാളത്തിലാണ് എൻ്റർ ചെയ്തേക്കുന്നത്. എല്ലാവരും അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഉപകാരത്തിൽപ്പെടും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പലേസ പാൻറ് പാർട്ട് 1 കാൽക്കുലേഷൻ ആണ്. നമുക്ക് ആവശ്യമുള്ള അളവ് എന്ന് പറയുന്നത് ലെങ്ത് 21.5 ഇഞ്ച്, സീറ്റ് 23, വേസ്റ്റ് 19.5 ഇഞ്ച്. 0 to 1 ലെങ്ത് പ്ലസ് 2.5 പ്ലസ് 1. ഇവിടെ ലെങ്ത് എനിക്ക് 21.5 ആണ്. അതിൻ്റെ കൂടെ 3.5 ആഡ് ചെയ്തപ്പോൾ എനിക്ക് 25 ഇഞ്ച് കിട്ടി. ഇവിടെ ഞാൻ 2.5 ഉദ്ദേശിക്കുന്നത്, ഞാൻ 3/4 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിന് എടുത്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മടക്കി അടിക്കാൻ കൂടി വേണ്ടിയാണ് 2.5 ഇഞ്ച്. നിങ്ങൾ എടുക്കുന്ന ഇലാസ്റ്റിക് എത്രേന്റെ ആണോ അതനുസരിച്ച് വേണം നിങ്ങൾ മടക്കി അടിക്കാനുള്ള തുണിയും കൂടി ആഡ് ചെയ്യാനായിട്ട്. പിന്നെ 1 ഇഞ്ച് താഴെ മടക്കി അടിക്കുക. 0 to 2 ഞാനിവിടെ കൊടുത്തതാണ് 2.5 ഇഞ്ച് തന്നെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അടുത്ത് 2 to 3 സീറ്റ് ഡിവൈഡ് ബൈ 3 പ്ലസ് 2. സീറ്റ് എനിക്ക് 23 ആണ് കിട്ടി. അതിനെ ഞാൻ 3 കൊണ്ട് ഹരിച്ചു. അപ്പം എനിക്ക് 7.6 കിട്ടി. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി. അപ്പം 9.6 ഇഞ്ച് കിട്ടി. 2 to 3. അടുത്ത് 3 to 4 സീറ്റ് ഡിവൈഡ് ബൈ 3 പ്ലസ് 1.5 ഇഞ്ച്. സീറ്റ് എനിക്ക് 23 ആണ്. 23/3 ചെയ്തപ്പോൾ എനിക്ക് 7.6 കിട്ടി. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്തപ്പോൾ എനിക്ക് 9.1 കിട്ടി. അതാണ് 3 to 4. അടുത്ത് 3 to 5 സീറ്റ് ഡിവൈഡ് ബൈ 4 പ്ലസ് 1.5 ഇഞ്ച്. സീറ്റ് എനിക്ക് 23 ആണ്. അത് ഡിവൈഡ് ബൈ 4 ചെയ്തു. അപ്പം എനിക്ക് 5.75 കിട്ടി. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്തു. അപ്പം എനിക്ക് 7.25 കിട്ടി. അതാണ് 3 to 5. പിന്നെ 1 to 6 1 ഇഞ്ച് മടക്കി അടിക്കാനായിട്ട് അത് ഓൾറെഡി നമ്മൾ ലെങ്ത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 3 to 4 എനിക്ക് 9.1 കിട്ടിയത്. നിങ്ങൾക്ക് അതിന്റെ വിഡ്ത്ത് ഒന്നും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് പലേസ പാൻറിന്റെ കാൽക്കുലേഷനിൽ വരുന്നത്. ഇതുവരെ കടക്കാം. പാർട്ട് 2 കട്ടിങ് ആണ് പലേസ പാൻറിന്റെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് 3 to 4 9.1 ആണ് കിട്ടിയേക്കണേ. അത് ഫ്രണ്ടിലെ ഒരു സൈഡിലേക്ക് മാത്രം, അതായത് റൈറ്റ് സൈഡിലേക്ക് മാത്രമാണ്. അപ്പൊ റൈറ്റും ലെഫ്റ്റും കൂടി ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് നമുക്ക് 9.1 പ്ലസ് 9.1 എന്ന രീതിയിൽ 18.2 ഇഞ്ചോളം നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് വരും. അപ്പൊ ഫ്രണ്ടും ബാക്കും കൂടി 18.1 പ്ലസ് 18.1 എത്ര ഇഞ്ചോ അത് കിട്ടും. അതാണ് 3 to 4 നമുക്ക് എടുക്കേണ്ടത്. 0 to 1 നമുക്ക് ലെങ്ത് വേണ്ടത് 25 ഇഞ്ചാണ്. നമ്മൾ എടുത്തേക്കുന്നത് ഈ നൈറ്റിയുടെ തുണി തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. തുണിയെ ആദ്യം തുണിയെ രണ്ടാക്കി ഇങ്ങനെ മടക്കി, എന്നിട്ട് അതിനെ വീണ്ടും ഒന്നും കൂടി മടക്കി, ഒന്നുകൂടി രണ്ടാക്കി മടക്കി. അപ്പൊ 1 2 3 4 എന്ന രീതിയിൽ ഈ ഭാഗം ഫോൾഡ് ആണ്. ഇനി നമുക്ക് 0 to 1 25 ഇഞ്ച് നമ്മൾ 25 ഇഞ്ച് നമ്മൾ 0 to 1 എടുക്കുക. ഇത് 25 ഇഞ്ച് ഉണ്ട്. അടുത്തത് 0 to 2 2.5 ഇഞ്ചാണ്. ഞാനിവിടെ 2.5 ഇഞ്ച്, സോറി ഇവിടെ ഇല്ല, ഇവിടെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്താണ്. 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഞാൻ പറഞ്ഞത് 2.5 ഇഞ്ച് കൊടുത്ത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ 3/4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് ഇടുന്നത്. അതുകൊണ്ടാണ്. നിങ്ങൾ അതിൽ കുറവാണ് ഇടണേ എന്നുണ്ടെങ്കിൽ 2.5 എടുക്കണം എന്നില്ല. നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ 3/4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ മടക്കി അടിക്കുമ്പോൾ നമുക്ക് എന്തായാലും 1 ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് 3/4 ഇഞ്ച് ഇലാസ്റ്റിക് നമുക്കതിൽ കടത്താൻ പറ്റുള്ളൂ. അടുത്ത് 2 to 3 നമുക്ക് 9.6. ഇവിടെ നിന്ന് നമുക്ക് 9.6 അടയാളപ്പെടുത്താം. 9.6. അടുത്തത് 3 to 4 9.1. ഇവിടെ നിന്ന് 9.1 നമുക്ക് 3 to 4 അടയാളപ്പെടുത്താം. ഈ 9.1 എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി വിടുത്ത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 1 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടാം. സാധാരണ ഈ രീതിയിലാണ് എടുക്കുന്നത്. 9.1 നമ്മൾ എടുത്തു. അടുത്ത് 3 to 5 7.2 ഇഞ്ച്. ഇവിടുന്ന് തന്നെ ഇങ്ങനെ പിടിച്ച് ഇവിടെയാണ് നമ്മൾ 9.1 അടയാളപ്പെടുത്തിയത്. നമുക്ക് 7.2 ഇഞ്ച്, അത് 7.4 നമ്മൾ അടയാളപ്പെടുത്തി. മനസ്സിലായോ?
നമുക്കിത് ഇങ്ങനെ കൂട്ടി വരച്ചു. ഇവിടെ മുകളിലും ഇതേപോലെ തന്നെ 7.25 ഞാൻ മുകളിലും അടയാളപ്പെടുത്താണ്. നമുക്ക് ഈ 9.1 ആണ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഈ താഴെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 9.1 നമ്മൾ താഴെ എടുക്കാണ്. എന്നിട്ട് നമ്മൾ ഇതിനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കും. താഴെ നമ്മൾ 1 ഇഞ്ച് മടക്കിയടിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ലെങ്ത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1 ഇഞ്ച് മടക്കി അടിക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൽ നമ്മൾ ട്രൗസറിൽ ഓൾറെഡി നമ്മൾ ഇവിടുന്ന് ഈ കയറി വരയ്ക്കുന്നത് എവിടുന്ന് മുതൽ എന്നുള്ളത് നമ്മളെ ട്രൗസറിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കർവ് മാത്രം വരച്ചാൽ മതി. ഇവിടുന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു കർവ് ഇങ്ങനെ വരയ്ക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. ഇത്ര മാത്രം നമുക്ക് ചെയ്യാനും. ഇതാണ് നമ്മുടെ പാൻറ്. ഈ പാൻറ്റിനെ ഞാനിങ്ങനെ നിവർത്തിയിട്ടു. നല്ല വശവും തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് വെച്ചു. ചില തുണികള് ഈ പറഞ്ഞ നല്ല വശവും കൊള്ളാത്ത വശവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചീത്ത വശത്ത് ഇതേപോലെ ഒരു ക്രോസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈൻ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല വശമാണോ ചീത്ത വശമാണോ എന്ന് അറിയാം. ഞാൻ ഇങ്ങനെ ഒരു ഇൻഡിട്ട് വെക്കുകയാണ് ചെയ്തേക്കണത്. അപ്പൊ ഇത് എൻ്റെ കൊള്ളില്ലാത്ത വശവും ഇതെന്റെ നല്ല വശമാണ്. ഈ തുണിയുടെയും നല്ല വശം ഇത് തന്നെയാണ്. നല്ല വശം നമ്മൾ കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ക്രോച്ച് ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പുറത്തെ വശവും അതുപോലെ തന്നെ ചെയ്യാം. എപ്പോഴും പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ കൊടുത്തില്ല. എന്നിട്ട് ഇതിനിങ്ങനെ 2 ഭാഗത്തേക്ക് ആക്കാം. എന്നിട്ട് ഈ 2 സെന്ററുകളുണ്ടല്ലോ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തേക്കണത്, ഇത് രണ്ടും ഒപ്പത്തിനൊപ്പം പിടിച്ച് ഇത് എപ്പോഴും കറക്റ്റ് ആയിട്ട് വേണം. ഈ സ്റ്റിച്ച് ചെയ്തതും കറക്റ്റ് ആയിട്ട് വരണം. എന്നിട്ട് നമ്മൾ ഇങ്ങറ്റം പോലെയുണ്ട് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെന്ററിൽ നിന്ന് തന്നെ 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ഡബിൾ ലോക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കൂട്ട. ഈ സെന്ററിൽ എത്തുമ്പോൾ ഇത് രണ്ടും സെന്റർ ഇല്ലേന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ സെന്ററിൽ എത്തി ഇങ്ങനെ കുത്തിയിട്ട് ഒരു ലോക്ക് ഇടുന്ന പോലെ 2 സ്റ്റിച്ച് കൂടുതൽ ഇടാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൗസറിൽ ചെയ്തപോലെ ഇത് പതിച്ചടിക്കണമെങ്കിൽ അടിക്കാം. ഇനി പതിച്ചടിക്കണ്ടെങ്കിൽ വേണ്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി പിന്നി പോണ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞ മടക്കി അടിക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു തുണി എടുത്തിട്ട് ഈ ഇതിനെ കവർ ചെയ്ത് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമുക്ക് അടിവശം 1 ഇഞ്ചോളം ഉണ്ട്. അത് നമുക്ക് മടക്കിയടിക്കാം. ആദ്യം ഒരു മടക്ക് മടക്കി, രണ്ടാമതൊരു മടക്ക് മടക്കി. ആദ്യം ലോക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികളെ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പൊ അടിയത്തെ തുണി കയറി വരും. അപ്പൊ എല്ലാവരും അടിയത്തെ തുണി നീക്കി വെക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. തുടക്കക്കാരാകുമ്പോൾ ചിലപ്പോൾ അത് ഓർത്തൊന്നും വരില്ല.
മടക്കി അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മടക്കി അടിക്കുക, എന്നിട്ട് രണ്ടാമത്തെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മടക്കിയിട്ട് അയൺ ചെയ്യുക. കോട്ടൺ പോലത്തെ തുണിയൊക്കെ ആണെങ്കിൽ അയൺ ചെയ്ത് കറക്റ്റായിട്ട് നിൽക്കും. ഈ ഒഴുകി കിടക്കുന്ന തുണിയൊന്നും അയൺ ചെയ്ത് കറക്റ്റായിട്ട് നിൽക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ രണ്ട് കാലിൻ്റെയും ഇതേപോലെ തന്നെ ചെയ്യാം. ഈ വേണമെന്നുണ്ടെങ്കിൽ ഈ തുമ്പത്ത് കൂടെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. നമ്മൾ ഈ ചുരിദാറും ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ചെയ്യണില്ല, ഇത് വീട്ടിലിടാനുള്ളതായതുകൊണ്ട് ഞാൻ ഇതിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. അങ്ങനെ നമ്മുടെ പാൻറ് റെഡി ആയിട്ടുണ്ട്. ഇനിയും മോൾവശം നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കാം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മുടെ 2 ഇഞ്ച് വരുന്നത് ഇവിടെയാണ്, കണ്ടില്ലേ, അതിലേക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കണം. കൊടുക്കുമ്പോൾ നമ്മൾ ഇടുന്ന ഇലാസ്റ്റിക് ഉണ്ടല്ലോ, ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണം. അതെപ്പോഴും ഓർമ്മ വേണം. ഇതിപ്പോൾ എന്തോരം നോക്കാം, 1 ഇഞ്ചിന് 3/4 ഇഞ്ചിൻ്റെ ആണ് ഇലാസ്റ്റിക് ഇടുന്നത്. അതുകൊണ്ട് 1 ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കയറുള്ളൂ. അത് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇടുന്ന ഇലാസ്റ്റിക് എത്രേൻ്റെ ആണോ അതനുസരിച്ച് വേണം നിങ്ങൾക്ക് എടുക്കാനായിട്ട്. ആദ്യത്തെ സ്റ്റിച്ച് എവിടെയാണോ തുടങ്ങി അവിടുന്ന് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇപ്പൊ ചെയ്യണ സ്റ്റിച്ച് നിർത്താനായിട്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തണം, അതിന് വേണ്ടിയാണ്. ഇലാസ്റ്റിക് നമുക്ക് ഞാൻ ഇപ്പൊ ഇലാസ്റ്റിക് എടുത്തേക്കുന്നത് എങ്ങനെയാ വെച്ചാൽ വേസ്റ്റ് എത്രയാണോ അതിൽ നിന്ന് 2 ഇഞ്ചോ 3 ഇഞ്ചോ കുറച്ചാണ് എടുത്തേക്കുന്നത്. എനിക്കിപ്പോൾ വേസ്റ്റ് 19 ആയതുകൊണ്ട് ഞാൻ അതിനൊരു 3 ഇഞ്ച് കുറച്ച് 16 എന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. 3 ഇഞ്ച് തന്നെ കുറയ്ക്കണമെന്നില്ല, 2 ഇഞ്ച് കുറച്ചാലും മതി. ഞാനിപ്പം 3 ഇഞ്ച് കുറച്ചു എന്നുള്ളൂ. ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഇതിങ്ങനെ ലെവൽ ചെയ്യണം. എല്ലായിടത്തേക്കും ഇലാസ്റ്റിക് ഇങ്ങനെ നിവർത്തിയെടുക്കാണ്. നിവർത്തിയെടുത്തു. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എലാസ്റ്റിക്കുകൾ തമ്മിൽ കൂട്ടിയടിക്കാം. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ കൂട്ടിയടിക്കാം. അപ്പൊ ചെറിയൊരു തടിപ്പ് പോലെ നമുക്കിവിടെ അരഭാഗത്ത് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചായാലും അടിക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ച് അടിക്കുന്നത് എങ്ങനെയാന്ന് കാട്ടിത്തരാം. ഇങ്ങനെ വെച്ച് ഒപ്പത്തിനൊപ്പം വെക്കുക. 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനെ ഇങ്ങനെ എല്ലായിടത്തേക്ക് ഇലാസ്റ്റിക് ലെവലാക്കിയിട്ട് ഈ ഇലാസ്റ്റിക്കിന്റെ 2 അറ്റവും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ. ഇങ്ങനെ അടിക്കുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു തടിപ്പ് പോലെ ഈ അരഭാഗത്ത് ആ ഇലാസ്റ്റിക് കിടക്കുന്നിടത്ത് വരും, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഈ ഇലാസ്റ്റിക് വിടാൻ വേണ്ടി ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എലാസ്റ്റിക്കുമ്പോൾ കൊള്ളാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുകൊണ്ടാണ് 3/4 ഇഞ്ചിന്റെ എലാസ്റ്റിക്കിന് നമ്മൾ 1 ഇഞ്ചോളം നമ്മളിവിടെ എടുക്കുന്നത് വീതി. എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു തടിപ്പില്ല, നമ്മളിപ്പോ ഇലാസ്റ്റിക്കുകൾ തമ്മിൽ കൂട്ടി വെച്ചേക്കണം കാരണം ഇവിടെ തടിപ്പുള്ളതുകൊണ്ട് ചിലപ്പോൾ സ്റ്റിച്ച് ഇവിടെ വീഴണമെന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം, ഇത്ര മാത്രം. നമ്മുടെ പാൻറ് റെഡി ആയിട്ടുണ്ട്. അവിടത്തേക്കും
ഒരേപോലെ എലാസ്റ്റിക്കിന്റെ ഇത് എല്ലായിടത്തേക്കും ഒരേപോലെ ആക്കിയതിന് ശേഷം ഉണ്ടാവും നമ്മളിപ്പോൾ ലേസ് പാൻറ് റെഡി ചെയ്തുണ്ടാ സൂപ്പറായില്ലേ. അല്ലെങ്കിൽ ട്രൗസർ ഇതൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് വേസ്റ്റിന്റെ അളവ് എത്രയാന്ന് വെച്ചാൽ അതെടുക്കുക. പിന്നെ സീറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗം എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതായത് നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കുണ്ടി ചന്തി എന്നൊക്കെ നമ്മൾ പറയല്ലോ. അതിനെ വട്ടത്തില് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ലെങ്ത് ട്രൗസർ ആണെന്നുണ്ടെങ്കിൽ മുട്ടിന്റെ എത്രയാണെങ്കിൽ അത്രയും, ഇനി പാന്റ് ആണെങ്കിൽ ഫുൾ ലെങ്ത് എത്രയാണോ അത്രയും അങ്ങനെ എടുക്കുക. ഇത്ര മാത്രമാണ് ട്രൗസറിന് ആവശ്യമുള്ളത്. വേസ്റ്റ് വേണം, സീറ്റ് വേണം, ലെങ്ത് വേണം.